ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് സിറ്റിയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഹായ് ഇശോ, ഹായ് പറഞ്ഞേ. ആ കണ്ട കൊച്ചു പറഞ്ഞേണ്ട. ഇച്ച കുട്ടി ചിരിച്ചേ. ഇച്ച വേണ്ട വേണ്ട ചിരിക്കണ്ട, വേണ്ട ചിരിക്കണ്ട, വേണ്ട. റിഷാനും മാമച്ചിയും കൂടി ബസ്സിലാണ് സിറ്റിയിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഇതുവരെയും ബസ്സിൽ കയറാനായിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ബസ്സിൽ കണ്ടക്ടറൊന്നും ഇല്ല കേട്ടോ, ഡ്രൈവർ തന്നെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ചാച്ചൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങൾ അന്നേരം പിന്നെ പ്ലാൻ ചെയ്തു എവിടോട്ടാണ് പോകേണ്ടത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഇവിടെ അടുത്തൊരു ബാലിംഗോളിക് പാർക്കുണ്ട്, ഒരു വലിയ പാർക്കുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. വിഷമോള് നിർബന്ധമായതുകൊണ്ട് അമ്മ അവളെയും കൊണ്ട് നടക്കുമായിരുന്നു. പ്രാവിനെ പിടിക്കാനൊക്കെ പോകുന്ന കണ്ടപ്പോൾ അവിടുത്തെ ഐറിഷ് നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചാച്ചൻ അയച്ചു തന്ന ഒരു ലൊക്കേഷനിലോട്ട് ഞങ്ങളടുത്ത് പോകാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ നടന്ന് വഴി തെറ്റി പിന്നെ അവസാനം ഞങ്ങളൊരു ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അങ്ങനെ അവർ കണ്ടുപിടിച്ചു ഞങ്ങളെ. സൂപ്പർ അല്ലേ രാജ്യമ്മ? കാട് മുഴുവൻ ഫോറസ്റ്റ്. അങ്ങനെ ഞങ്ങളിവിടെ പാർക്കിലെത്തിയായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ഒരു കുഞ്ഞു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. പിന്നെ ഇവിടെ അടുത്തുള്ളവരെല്ലാം നടക്കാനൊക്കെ വരുന്നത് ഇവിടെയാണ്. അത്രയ്ക്കും നല്ല സ്പേസുണ്ട്. ഞങ്ങളിതുവരെയും ഇതുവരെയും കവർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നടന്നൊന്നും അങ്ങറ്റം വരെ ഒന്നും പോയിട്ടില്ല. ജസ്റ്റ് വരുന്നു, പാർക്കിൽ കുറച്ച് നേരം കളിക്കും, പിന്നെ ഞങ്ങൾ തിരിച്ചു പോകും. അതാണ് ഞങ്ങളിപ്പോഴും ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്തത്. നടക്കുന്ന സ്ഥലത്തോട്ടൊന്നും ഞങ്ങൾ പോയില്ലായിരുന്നു. കണ്ടോ, ഒത്തിരി സ്ഥലമില്ലേ. പിന്നെ ഇവിടെ സോക്കർ ഗെയിംസൊക്കെ കളിക്കാനൊക്കെ ഇവിടെ വരുന്നവരുണ്ട്. കോർട്ടൊക്കെ ഉണ്ട്. അന്ന് ഇച്ചിരി സണ്ണി ഡേ ഒക്കെ ആയിരുന്നു, എന്നാലും കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇന്നിപ്പോൾ ഹോട്ട് ഡോഗാണ് ഞങ്ങളിന്ന് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ട്. വിഷമോക്ക് ദോശയാണ് എടുത്തിട്ടുള്ളത്. പതുക്കെ കറക്കുള്ളൂ, കൊച്ചല്ലേ അവൾ പിടിച്ചിരിക്കും. പതുക്കെ കറക്കണം റിഷാന. ഇവ കോട്ട് വേണ്ടേ? എടുത്തില്ല.
നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കണം. ഇല്ല തിരിച്ച് നമ്മൾ പോണു. കുട്ടികളുമായിട്ട് പാർക്കിൽ കുറേ നേരം സമയം ചിലവഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് സിറ്റിയിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ബിൽട്ടൺ ഷോപ്പിംഗ് സെൻറ്ററിൽ തന്നെ പോകാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ ആകുമ്പോൾ അവിടെ മിക്ക സെൻറ്റേഴ്സും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ചെന്നപ്പോഴത്തേക്ക് വിശന്നായിരുന്നത് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചിക്കൻ സാലഡും നഗറ്റ്സും ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പ് നോക്കി നടന്നു വരുന്ന വഴിയിൽ അവിടെ ഒരു ചെയർ കണ്ടായിരുന്നു റെസ്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ €3 per 5 minutes €5 per 10 minutes ആയിരുന്നു. അപ്പോൾ അവിടെ അതുവഴി പോകുമ്പോൾ ആർക്കെങ്കിലും റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെന്നീസിൽ കയറിയായിരുന്നു. അവിടെയാണ് സാധാരണ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കാനായിരുന്നാലും ഇച്ചിരി ലാഭത്തിന് കിട്ടുന്നത് ഇവിടെയാണ്. ഇവിടെയും ഡൺ സ്റ്റോഴ്സിലുമാണ് ഞങ്ങൾക്ക് കിട്ടാറ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെസ്കോയിൽ കയറിയായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമുക്ക് തന്നെ സ്വന്തമായിട്ട് സ്കാൻ ചെയ്ത് ബില്ല് പേ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കൗണ്ടറിൽ പോയിട്ടായിരുന്നാലും പേ ചെയ്യാം. നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. നമ്മുടെ അതിനകത്ത് ആ സൈറ്റിനകത്ത് കയറി QR കോഡ് സ്കാൻ ചെയ്യുമ്പം നമ്മുടെ പേര് ഒരു സ്കാനറിൽ കാണും. അപ്പോൾ ആ സ്കാനറിൽ പോയി നമ്മൾ എടുക്കണം. അതൊരു വലിയ ടെസ്കോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ആവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് സ്പൈസ് ടൗണിലുള്ള മലയാളി കടയിലാണ്, നമ്മുടെ സ്വന്തം മലയാളി കട. നമ്മൾ ഇവിടെ നിന്ന് വളരെ കുറച്ച് സാധനങ്ങൾ, നമ്മൾ വേണ്ട സാധനങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് മേടിക്കാറുള്ളൂ. അങ്ങനെ ഫിഷൊന്നും അങ്ങനെ മേടിക്കാറില്ല. ഇച്ചിരി നല്ല വിലയുണ്ട് ഇവിടെ നിന്ന് ഫിഷൊക്കെ മേടിക്കണമെങ്കിൽ. സാധാരണ ഇറച്ചിയോ ചിക്കനോ എന്തെങ്കിലും മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുന്നത്. പിന്നെ 2-3 വെജിറ്റബിൾസും കൂടെ ഇവിടെ നിന്ന് വാങ്ങും. ഇതൊക്കെ നല്ല വിലയുണ്ട് ഈ മീനിനൊക്കെ. നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഈ മലയാളി കടയിലെല്ലാം കിട്ടും. അതുകൊണ്ട് തന്നെ വന്ന സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുമായിരുന്നു എന്താ ഉണ്ടാക്കുക, ഫുഡ് എന്താ കഴിക്കുക എന്നൊക്കെ. കാരണം നാട്ടിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാം കിട്ടും. ഫ്രോസൺ പൊറോട്ട, കപ്പ, ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കാറ്. പിന്നെ ഇവിടെ ഒരു കോഫി മെഷീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. €2 കൊടുത്ത ഒരു കോഫി, ഫിൽറ്റർ കോഫി കിട്ടും അത്ര. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം വൈകിട്ട് 6:30 ആയി. നല്ല വെട്ടമുണ്ട് ഇപ്പോഴും. ഞങ്ങൾക്ക് സിറ്റിയിൽ നിന്ന് 3/4 മണിക്കൂർ യാത്രയാണ് വീട്ടിലോട്ടുള്ളത്. പിന്നെ വീട്ടിൽ വന്ന പാടെ വാങ്ങിയ സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് രാത്രിത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചനാണെങ്കിൽ ഇറച്ചി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ അകത്ത് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും പോയി ഓരോരുത്തരായിട്ട് ഫ്രഷായിട്ട് വന്നു. സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എല്ലാം കൂടി ഇട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കുക്കറിൽ വെച്ച് അടിച്ചെടുത്തു. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ബീഫ് കറി റെഡിയായി കഴിഞ്ഞായിരുന്നു. ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിത്തെ ഫുഡൊന്ന് റെഡിയാക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കടയിലൊക്കെ കിട്ടുന്ന ഒരു ടോട്ടില റാപ്സ് ഉണ്ട്, റാപ്പ് ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള. അത് നമ്മൾ എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുമ്പോൾ അത് ഇവിടുത്തെ പൂരിയായി. ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതുവരെ അറിയത്തില്ലായിരുന്നു. അല്ലാത്തപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള റാപ്പൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഞാനിത് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തത് കണ്ടപ്പോഴത്തേക്ക് അതൊരു യൂസ്ഫുള്ളായി. കണ്ടില്ല. അപ്പോൾ എല്ലാവരും ഫ്രഷൊക്കെ ആയി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മണി 9 ആയി. അങ്ങനെ എല്ലാവരോടും ലിവിങ് റൂമിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നാണ് കഴിക്കുക. ഫുഡെല്ലാം അവിടെ ഇരുന്ന് ചിലപ്പോൾ TV-യിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് സിനിമയൊക്കെ ഇട്ടായിരിക്കും കണ്ട് കഴിക്കുന്നത്. അപ്പോൾ ആദ്യം കുട്ടികൾക്ക് കൊടുത്തിട്ട് പിന്നെ ഞങ്ങളിരുന്ന് കഴിക്കും. പിന്നെ ഞങ്ങൾ ആ സിനിമയെ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയി കിടന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കടന്നു പോയത് ഇങ്ങനെയായിരുന്നു. പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.